ഉസ്മാൻ ഉണ്ണി 90കളുടെ തുടക്കത്തിൽ പ്രവാസ ലോകത്തേക്ക് പ്രവേശനം ചെയ്യുമ്പോൾ കൈമുതലായി ഉണ്ടായിരുന്നത് കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും ആത്മവിശ്വാസവും അതിരുകടന്ന അഹങ്കാരവും മാത്രം. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വാണിജ്യ വ്യവസായ രംഗത്ത് പ്രബലനായി വളർന്നതും മലയാളത്തിന്റെ പുണ്യം. ഉസ്മാൻ ഉണ്ണി ബിൽഡേഴ്സ്, അൽ ഉണ്ണി വാട്ടേഴ്സ്, ഉസ്മാൻ ഹൈപ്പർ മാർക്കറ്റ്, ഉസ്മാൻ പവർ സപ്ലൈ, ഉസ്മാൻ ട്രാവൽസ്, അങ്ങനെ തൊട്ടതെല്ലാം പൊന്നാക്കിയ വ്യക്തിപ്രഭാവം. 2008 സാമ്പത്തിക മാന്ദ്യം സംഭവിച്ച സമയത്ത് ഇന്ത്യൻ ഓഹരി വിപണി കൂപ്പുകുത്തി വീണപ്പോൾ അതിന് ബദലൊരുക്കി താങ്ങായി നിർത്തിയത് ഉസ്മാൻ ഉണ്ണി അതികായന്റെ കരങ്ങളാണ്. കോവിഡ് മഹാമാരി സമയത്ത് മലയാളിക്കിട്ട് താങ്ങായും തണലായും മാറിയത് പ്രവാസികളുടെ പ്രിയപ്പെട്ട ഉസ്മാൻ ഉണ്ണിയേട്ടൻ. ഭരണസിരാകേന്ദ്രങ്ങളിൽ ചാലകശക്തിയായി നിൽക്കുമ്പോഴും വിനയം കൂടപ്പിറപ്പാണെന്ന് പറയുന്ന പ്രവാസ ലോകത്തെ കിരീടമില്ലാത്ത രാജാവ് ഉസ്മാൻ ഉണ്ണി. ആഡംബര കാറുകളോടുള്ള പ്രിയം കാറുണ്ണി എന്ന വിളിപ്പേരുണ്ണിയേട്ടനെ സമ്മാനിച്ചു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചിലവ് കൂടിയ ചലച്ചിത്രമായ ആഗോളവൽക്കരണവും അവലൂസുണ്ടയും മലയാളത്തിലെത്തിയത് ഉസ്മാൻ ഉണ്ണി ഒരു മലയാളി ആയതുകൊണ്ട് മാത്രമാണ്. ദ മാൻ ഓഫ് ദി ഇയർ, ദ ഗോൾഡൻ മാൻ, ദ മാഗ്നറ്റിക് ഓഫ് സെഞ്ചുറി തുടങ്ങിയ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾക്കൊപ്പം കേരളത്തിലെ നിരവധി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളുടെ സമ്മാനങ്ങൾക്കും പ്രോത്സാഹനങ്ങൾക്കും പാത്രീഭൂതനായിട്ടുണ്ട് പ്രിയപ്പെട്ട ഉണ്ണിയേട്ടൻ. ഉണ്ണിയേട്ടൻ മലയാളികളുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ. സ്നേഹാദരവുകളോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഉസ്മാൻ ഉണ്ണി. अरे बेबी भैया कैसा बेबी भैया बेबी भैया Albasin tuh mat bal gitu astana harusnya halal Dia mah berhal ya flight belum itu dia hati dia air hospital pasti tinggal asap gitu bil hati itu mbah tinggal asar gedis bis saya setelah laur tak alhamdulillah ബേബി സാർ എടി പെണ്ണെ ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എവിടെ വെച്ചി? നമ്മളെ ഈ ടിവിയിൽ കേന്ദ്രമന്ത്രിമാര് വരുമ്പോ ഈ കുളി ക്ലാസ് വെച്ചിട്ട് നമ്മളെ ദേശീയമായിട്ട് നോക്കണ ആൾക്കാരില്ലേ? അയ്യോ അത് കരിമ്പൂച്ചയാണത്. പിന്നെ ഒരു പൂച്ചയുടെ കട്ടുണ്ട് അവന്. അമ്മച്ചി ചങ്കാണ് അൽ നമസ്കാര ബൈ ഉസ്മാൻ ഉണ്ണി ബൈ നമസ്കാരം. അതിഥി രവി, ഞാൻ നിങ്ങൾ വരുന്ന അറിയാത്തോണ്ട് നേരത്തെ വിളിച്ചു പോയതാ. അല്ല ഇപ്പൊ ഈ പറഞ്ഞ അറബിയില്ലേ, ആ ഒന്നുകൂടെ പറയാവോ? അല്ല ഇതല്ല ആദ്യം പറഞ്ഞത്. അപ്പൊ ആദ്യം പറഞ്ഞ ഏതൊന്നും പറഞ്ഞേ? അല്ല രണ്ടും കറക്റ്റായിരുന്നു. ശരി, ഞാനങ്ങനെ ഒരു ബിസിനസ് ആവശ്യത്തിനായിട്ട് ദുബായിലെ കരാമയിൽ പോയിട്ട് വരുവാണ്. അവിടെ വെച്ച് എന്റെ വണ്ടി ഒന്ന് ആക്സിഡന്റ് ആയി. അയ്യോ, ആക്സിഡന്റ് ആയിട്ട് ഞാനിങ്ങനെ ചോര ഒലിപ്പിച്ച് കിടക്കുമ്പോ ഒറ്റ വണ്ടി നിർത്താതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഒരു വണ്ടിയും നിർത്തുന്നില്ല. അങ്ങനെ ദൈവദൂതനെ പോലെ ഒരു റോൾസ് റോയ്സ് കാറ് വന്ന് അവിടെ നിർത്തി. അതിൽ നിന്നും ദൈവത്തെ പോലെ ഒരാൾ വന്ന് എന്നെ പൊക്കിയെടുത്ത് ഈ വണ്ടിയിലിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എനിക്ക് രക്തം തന്നു. ആ രക്തം ഈ സിരകളിൽ ഓടുന്നുണ്ട്. അത്രയൊക്കെ സഹായം ചെയ്തു തന്ന് എന്റെ ജീവൻ രക്ഷപ്പെടുത്തിയ ആള് ആരാണ് അയാൾ? എന്റെ ഉസ്മാൻ, എന്റെ ബേബി ചായ. പിന്നെ എന്തൊക്കെയുണ്ടാ ദുബായിലെ വിശേഷങ്ങൾ? നീ ഇല്ലാത്ത ദുബായ് എനിക്ക് എന്ത് ദുബായ് എന്റെ ബേബി ചായ. നീ പോയതിനു ശേഷം ദുബായിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു. മെട്രോ റെയിൽ വന്നു, ബുർജ് ഖലീഫ് വന്നു. പക്ഷേ നീ ഇല്ലാത്ത ദുബായ് എനിക്കൊരു ദുബായ് അല്ലടാ. കഴിഞ്ഞ ദിവസം ഞാൻ ദുബായിൽ നിന്ന് അബുദാബി ഹൈവേ വഴി പോകുമ്പോ അവിടെ നിന്നിരുന്ന ഒട്ടകങ്ങൾ എന്നോട് ചോദിക്കാ ബേബി അത്രയ്ക്ക് നീ എന്റെ ഉള്ളിൽ കേറി പറ്റിപ്പോയില്ലേ? ഒട്ടകങ്ങളെ ചീത്ത വിളിച്ചതായിരിക്കുള്ളൂ. ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടാണ് എന്റെ ഈ ഒരു വരവ്. ഞാൻ സന്തോഷം, നല്ലൊരു കുഞ്ഞു പറക്കട്ടെ. അപ്പോ മാനേജരല്ലേ പെട്ടിയെടുക്കൂ. പെട്ടി ഇത് അമ്മച്ചിക്കുള്ളതല്ല. അപ്പോ ഈ പെട്ടിയും പെട്ടിയിലുള്ള എല്ലാ സാധനങ്ങളും
ആയിരിക്കും കുട്ടിക്കുള്ളതാണ്. ഓ താങ്ക് യു ഞാൻ ഒരു കൗതുകം കൊണ്ട് ചോദിക്കാണ്, പിറക്കാനിരിക്കുന്ന കുട്ടിക്ക് മുൻകൂട്ടി വല്ല പേരുകൾ നിശ്ചയിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, പേരിട്ടിട്ടില്ല. അതായത് എന്റെ കുട്ടിക്ക് പേരിടാനുള്ള ഒരു അവകാശം ഞാൻ കൊടുത്തേക്കുന്നത് ഓഡിയൻസിനാണ്. ആഹാ, അടിപൊളി. അവര് നല്ല പേര് സജസ്റ്റ് ചെയ്താൽ അവർക്ക് ഗംഭീരമായിട്ടുള്ള ഒരു സമ്മാനം ഞാൻ കൊടുക്കും. അല്ല, ഇത് പ്രൈസ് കൊടുക്കുന്നത് വിദേശത്തേക്ക് പോയി വരാനുള്ള ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ആണോ? അതൊന്നുമല്ല. ബൈക്കാണോ? അല്ല അല്ല അല്ല. അപ്പൊ പിന്നെ കാറാണോ? കാറൊന്നും അല്ല. സ്വർണ്ണാണോ? അല്ല, അങ്ങനെയുള്ള ഒന്നും അല്ല. ഞാൻ തരാൻ പോകുന്ന സമ്മാനം സൺഫീസ്റ്റ് വൗച്ചേഴ്സ്. ഓരോ ബൈറ്റിലും വാവ്. അപ്പോ നമുക്കൊന്ന് ഇരിക്കണ്ടേ? ഇരിക്കണ്ടേ? ഇവിടെ ഇരിക്കണ്ട, ഐ, അതെ. മേളിൽ പോയി ഇരിക്കാം. ഇവിടെ ഈ പരിപാടിയൊക്കെ ഉള്ളൂ. അതെ, അതെ. റെസ്റ്റ് എടുക്കുക യാത്ര കഴിഞ്ഞ് വന്നാൽ Rest എടുക്കാം, നമുക്ക് ഇരിക്കാം. ഇല്ല, ഞാൻ കുഴപ്പമില്ല. ഭയങ്കര സൂപ്പറായിട്ട്